കേരള PSC ഹോട്ട് ടോപ്പിക്സിന്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 5 ടോപ്പിക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് എഴുതിയിട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സിലബസിലെ അതായത് PSCക്ക് ഇഷ്ടമുള്ള മേഖലയെ തെരഞ്ഞുപിടിച്ച് അതിനെ ക്രോഡീകരിച്ചിട്ടാണ് നിങ്ങൾക്ക് പഠനം എളുപ്പത്തിൽ, അതായത് മാർക്ക് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ കഴിയണം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ക്ലാസ് ചെയ്യുന്നതിന് പുറമെ അതിലുള്ള ഹോട്ട് ഏരിയനെ എന്ത് ചെയ്യുന്നത്? പ്രത്യേകിച്ച് തെരഞ്ഞെടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തണം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ 5ാമത്തെ ഹോട്ട് ടോപ്പിക്സ് ഏതെന്ന് ചോദിച്ചാൽ, സോറി 5 അല്ല കേട്ടോ, ഇത് 6ാമത്തെ ഹോട്ട് ടോപ്പിക്സ് ആണ്. എത്രയാണ്? 6ാമത്തെ ഹോട്ട് ടോപ്പിക്സ് ആണ്. അതില് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ. ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതില് ഈ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ എങ്ങനെയൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇതില് 1 സമ്പാദ്യ നിക്ഷേപം. ഇത് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സമ്പാദ്യ നിക്ഷേപമുണ്ട്, പ്രചലിത നിക്ഷേപമുണ്ട്, സ്ഥിര നിക്ഷേപമുണ്ട്, ആവർത്തിത നിക്ഷേപം. അപ്പൊ 4 തരം നിക്ഷേപങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങൾ. ഏതൊക്കെയാണ്? 1 സമ്പാദ്യ നിക്ഷേപം, സേവിങ്സ് ഡെപ്പോസിറ്റ്. 2 പ്രചലിത നിക്ഷേപം, കറന്റ് ഡെപ്പോസിറ്റ്. 3 സ്ഥിര നിക്ഷേപം, ഫിക്സഡ് ഡെപ്പോസിറ്റ്. 4 ആവർത്തിത നിക്ഷേപം, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. ഇനി എന്താണ്, നമുക്ക് ഓരോന്നും 4ഉം എന്താണെന്ന് പഠിക്കാം. 1 സമ്പാദ്യ നിക്ഷേപം, സേവിങ്സ് ഡെപ്പോസിറ്റ്. പൊതുജനങ്ങളിൽ അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണ് സമ്പാദ്യ നിക്ഷേപം. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശ നൽകുന്നു. ശ്രദ്ധിക്കണം കേട്ടോ, കുറഞ്ഞ പലിശ. ഇങ്ങനെയുള്ള പോയിന്റുകളായിരിക്കും സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ഇട്ടിട്ട് കുഴയ്ക്കുക. അപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ജോലിയൊക്കെ കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കുകളിൽ അക്കൗണ്ടിൽ കൊണ്ടുവിടും, പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് എത്ര പലിശ കിട്ടുക? നമുക്ക് കുറഞ്ഞ പലിശയാണ് നമുക്ക് ലഭിക്കുള്ളൂ. പക്ഷെ അവര് വായ്പ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അവരതിന് കൂടുതൽ പലിശ ഈടാക്കും. അങ്ങനെ ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശ നൽകുന്നു. നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പല ബാങ്കുകളും പല രീതി എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിച്ച് കാണാറുണ്ട്. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപ തുകയുടെയും പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ ഉണ്ടാകും. അപ്പോ ഒന്ന് മനസ്സിലാക്കണം, അതായത് പൊതുജനങ്ങളുടെ സമ്പാദ്യം നിക്ഷേപിക്കേണ്ട പദ്ധതിയാണ്. അതിന് എന്താ ഉള്ളൂ? കുറഞ്ഞ പലിശയേ ഉള്ളൂ. ഇനി എന്താണ് പ്രചലിത നിക്ഷേപം? അതായത് കറന്റ് ഡെപ്പോസിറ്റ്. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം തരുന്ന നിക്ഷേപമാണ്. ഇപ്പൊ ഞാൻ കുറച്ച് ഒരു 10 മണിയാകുമ്പോൾ പോയിട്ട് 1 ലക്ഷം ഇടുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോയിട്ട് അത് എന്ത് ചെയ്യും? ഒരു 50,000 പിൻവലിക്കും. വീണ്ടും ഒരു 2 മണിയാകുമ്പോൾ പോയിട്ട് ഞാൻ 2 ലക്ഷം ഇടണം. വീണ്ടും ഒരു 3 മണിയാകുമ്പോൾ പോയിട്ട് 2 ലക്ഷം പിൻവലിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം നിക്ഷേപത്തിന് പലിശ ലഭിക്കില്ല. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സേവിങ് സമ്പാദ്യ നിക്ഷേപത്തിൽ കുറഞ്ഞ പലിശ. മനസ്സിലായല്ലോ? രണ്ടാമത്തത് പ്രചലിത നിക്ഷേപം. നമ്മൾ കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ഇപ്പൊ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോ ജ്വല്ലറിയിൽ പോയില്ലേ? ജ്വല്ലറി പോകുന്ന സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും ഗോൾഡ് ഒക്കെ സെയിൽ ചെയ്യാനോ എന്തെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ പറയും ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ എന്ന് പറയാറുണ്ട്. അത് എന്തിനാണെന്നറിയോ? അവരവിടെ പൈസ എപ്പോഴും ജ്വല്ലറിയിൽ എന്തുണ്ടാവില്ല? സേവ് ചെയ്ത് അവിടെ ഉണ്ടാവില്ല. അവർ ബാങ്കുകളിൽ പോയിട്ട് അപ്പൊ എന്താണ് ട്രാൻസാക്ഷൻ നടത്താണ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തരം നിക്ഷേപത്തിന് എന്തില്ല? പലിശ ലഭിക്കുകയില്ല. ഇനി അടുത്തത് സ്ഥിര നിക്ഷേപം, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫസ്റ്റ് നമ്മൾ സമ്പാദ്യ നിക്ഷേപം പറഞ്ഞത് എന്താണ്? നമുക്ക് കുറഞ്ഞ പലിശ അല്ലെ? ഒന്നാമത്തത് കുറഞ്ഞ പലിശ, രണ്ടാമത്തത് പ്രചലിത നിക്ഷേപം. പലിശ എന്തില്ല? പലിശ ഇല്ല കേട്ടോ. ഇനി മൂന്നാമത്തത് സ്ഥിര നിക്ഷേപം. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപം. നമ്മൾ പറയാറില്ലേ FD ഇടുക എന്ന് പറയില്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ്.
കാരണം ഇപ്പോ ഒരു 5 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യാണ്, 5 വർഷത്തേക്ക് ഫിക്സഡ് ആയിട്ട് ഇടണം. ഈ 5 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിൻവലിക്കാനായിട്ട് പറ്റില്ല. 5 വർഷത്തില് ഓക്കെ, 5 വർഷത്തിന് ശേഷമാണ് എനിക്കിത് പൈസ. ചിലവർ എന്ത് ചെയ്യും, അത് 10 വർഷത്തേക്കും 15 വർഷത്തേക്കും. അപ്പോൾ പെൺകുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ആ മാരേജിന്റെ സമയം, അല്ലെങ്കിൽ അവരുടെ ഒരു പഠന ആവശ്യങ്ങള്, അല്ലെങ്കിൽ ഇന്ന വർഷം നമുക്ക് വീട് കെട്ടണം, ആ സമയത്ത് അതുവരെ നമുക്കിത് FD ഇടാം എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെ ഈ സ്ഥിര നിക്ഷേപം പറയുമ്പോൾ അതെന്താണ്, അതൊരു FD ഡെപ്പോസിറ്റ്, FD ആണ്. അപ്പൊ അത് ഇത്ര വർഷത്തേക്ക് എന്ത് ചെയ്യാണ്, നിക്ഷേപിക്കുകയാണ്. അപ്പൊ അതിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം, അപ്പൊ നമ്മൾ 5 വർഷം എന്ന് ഉദാഹരണം പറഞ്ഞല്ലോ, അത് പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പണം പിൻവലിക്കുന്നത് എങ്കിൽ നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കും. എന്നാൽ നിശ്ചിത കാലാവധിക്ക് മുമ്പ് പണം പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും. അപ്പൊ 5 വർഷത്തിന് ഡെപ്പോസിറ്റ് നമ്മൾ ഇടുകയാണ്, FD ഇടുകയാണ്, നമുക്ക് ഒരു 6% പലിശ ഇതിൽ ലഭിക്കും എന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളിത് പിൻവലിക്കും. നമുക്ക് എന്ത് ചെയ്യും, ഈ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത 5 ലക്ഷം രൂപയും ലഭിക്കും. അതിന് 6% പലിശ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റും ലഭിക്കും. പക്ഷെ നമുക്ക് മനുഷ്യനാണല്ലേ, സാഹചര്യങ്ങൾ മാറി മറിയും. അപ്പൊ നമ്മൾ 5 വർഷത്തിന് മുമ്പ് തന്നെ നമുക്കത് പിൻവലിക്കണം എന്ന് പറയുകയാണെങ്കിൽ 6% പലിശയൊന്നും എന്ത് ചെയ്യില്ല, അവിടെ ലഭിക്കില്ല. അടുത്തത് ആവർത്തിത നിക്ഷേപം, റിക്കറിംഗ് ഡെപ്പോസിറ്റ്. എന്താണ്, ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കണം, എല്ലാ മാസവും. ഓക്കെ, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് FD പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ഫെബ്രുവരി മാസം അല്ലെ, ഈ ഫെബ്രുവരിയിൽ ഇട്ടിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇനി 5 വർഷം കഴിഞ്ഞിട്ടുള്ള ഫെബ്രുവരി കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുള്ളൂ, ആ പൈസ എടുക്കാൻ പോകുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് എന്താ, ആവർത്തിത നിക്ഷേപം. സമ്പാദ്യ നിക്ഷേപത്തെക്കാൾ കൂടിയ പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കും. സമ്പാദ്യ നിക്ഷേപത്തിന് എന്താണ്, കുറഞ്ഞ പലിശയുള്ളൂ അല്ലെ. ഇവിടെ എന്താണ് ശ്രദ്ധിക്കേണ്ട, കൂടിയ പലിശ നിരക്കാണ് ആവർത്തി. അതായത് മാസം മാസം പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നാൽ സ്ഥിര നിക്ഷേപത്തെക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും. അതായത് സമ്പാദ്യ നിക്ഷേപത്തിന് നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ, സമ്പാദ്യ നിക്ഷേപത്തിന് കുറഞ്ഞ പലിശയാണ് എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ സമ്പാദ്യ നിക്ഷേപത്തിനേക്കാൾ കൂടിയ പലിശയും, കുറച്ച് നേരത്തെ ഏത് പഠിച്ചു നമ്മള്, ഇത് പറഞ്ഞു ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയല്ലേ. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് പറയുമ്പോൾ സ്ഥിര നിക്ഷേപം, അതിനേക്കാൾ എന്തായിരിക്കും, പലിശ നിരക്ക് കുറവും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ പലിശ കൂടുതൽ എപ്പോഴും ഏതിനാണ്, FDക്കാണ് കേട്ടോ. ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് അവിടെ പലിശ കൂടുതൽ വരുന്നത്. നിക്ഷേപ തുക കാലാവധി തീരുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ഇനേബിൾ ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ക്ലാസ്സിനെ കുറിച്ചിട്ട് അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ടൈം കളഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.